നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മധുരമായിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കടിയായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മത്തനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മത്തൻ കൊണ്ടുള്ളൊരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മത്തൻ വെച്ച് ഒരു മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. പായസം ഒന്നുമല്ല കേട്ടോ, മധുരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പായസമാണോ എന്ന് വിചാരിക്കും. പായസമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായി നമ്മളൊരു പാൻ വെച്ചു, അതിലേക്ക് 1.5 കപ്പ് മത്തൻ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ അത് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണ്. മത്തൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളൊരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്, അതൊന്ന് ഉരുക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് ശേഷം അരിച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ശർക്കര ഉരുക്കിയ സമയം കൊണ്ട് തന്നെ നമ്മൾ മത്തനും ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തവി വെച്ചോ മറ്റോ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ മത്തന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരിച്ചാണ് ചേർക്കുന്നത്, വല്ല പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഒന്ന് മിക്സ് ചെയ്തിട്ട് ശർക്കര ഇങ്ങനെ തിളച്ച് വരുമല്ലോ, നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എല്ലാം കൂടെ ചേർന്ന് വരും, തേങ്ങ ഇട്ട് കൊടുത്തതും പിന്നെ അതുപോലെ ശർക്കര ഒന്ന് വറ്റി വരും. മത്തൻ്റെ കൂടെ എല്ലാം കൂടെ ചേർന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർക്കാം. നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ശർക്കരയുടെ, ഇതുപോലെ ഡ്രൈ ആയിട്ട് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ, തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പത്തിരിക്കും അതുപോലെ തന്നെ വെള്ളയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പൊടിയാണ്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിലാവണം. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരണം. അപ്പോൾ ഇനി ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു വാഴയില വേണം. അപ്പോൾ അത് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കൂട്ട് ഒന്ന് ചൂടാറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കൈവച്ച് നല്ലപോലെ പരത്തി കൊടുക്കാം നമുക്ക്. ഇതുപോലെ മൊത്തം പരത്തിയതിന് ശേഷം നമ്മൾ ഇത് രണ്ടായി മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ഈ ഇല, മടക്കിയ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഇലയൊക്കെ ആവി കയറ്റി എടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ഇതെല്ലാം വെന്തതാണ്. അപ്പോൾ അത്രയും കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാ വെന്ത് വരേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതാ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. നാവിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു അട തന്നെയാണ്, നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മത്തൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.